നമുക്ക് അറിയുകയില്ല. കുറച്ചു മുമ്പ് ജയം പറഞ്ഞതുപോലെ മരണത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള പല അഭിപ്രായങ്ങൾക്ക് വായിക്കൊള്ളട്ടെ. മരണമുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ വായിച്ചു നോക്കിയ ആ വേദഭാഗത്തിന്റെ അടുത്ത് പറയുന്നതാണ്, നീ മർത്തിനെ പൊടിയിലേക്ക് മരണത്തെ ഒരുപാടാക്കുന്നു. ഒരിക്കലും പിന്നീട് ന്യായവിധിയും നിങ്ങൾ മനസ്സിലായത് വിളിച്ചിരിക്കുകയാണ്. മരണമുണ്ട്, ന്യായവിധിയുമുണ്ട്. അതിന് യാതൊരു തർക്കവുമില്ല, വാദിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. ആര് പറയുന്നതാ? അനാദിയായും ശാശ്വതമായും ദൈവമായിട്ടും പറയുകയാണ്. ഏകാന്തത്തിൽ വെച്ച് ആരാധന പറഞ്ഞായിട്ടുള്ള ആ വാക്യം, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അത് തുടങ്ങിയാണ് മരണം. അവൾ മരണമുണ്ട്. നേരത്തെ ഓർമ്മിച്ചു ഈ സങ്കീർത്തനത്തിലെ 10ാമത്തെ വാക്യം, ഞങ്ങളുടെ ആയുഷ്കാലം 700 സംവത്സരം ഏറെയായ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ മറന്നുപോവുകയും ചെയ്യും. 70 അല്ലെങ്കിൽ 80. ഞാൻ ഗ്രേസ് പീരീഡില്ല. 70 വർഷങ്ങളായി. നീ എപ്പോഴാണെന്ന് അറിയില്ല. മരിക്കുമെനിക്കറിയാം, ഒരിക്കൽ ഇരിക്കുകയാണ്. എന്നാൽ 70 ഏറെയായ 80 അതിന്റെ പ്രധാനം പറയുകയാണ്. അതിന്റെ ഉച്ചകോടികളുമായിട്ടുള്ള സുഖവും സൗകര്യവും ആരോഗ്യവും ധനവും സമ്പത്തും എല്ലാം ഉള്ളതായിട്ടുള്ള അതിന്റെ പ്രധാനം എന്താ? ദുഃഖമാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പ്രിയ തോമാച്ചന് ഇങ്ങനെ ജീവിക്കാൻ, ഇത് കേട്ടതായിട്ടുള്ള സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? താൻ ശരീരത്തിൽ ബലഹീനമാണ്. നമ്മൾ പറഞ്ഞ പോലെ അത്ര സമ്പത്തുള്ള വ്യക്തിയായിരുന്നില്ല. എന്നാൽ ഇതൊന്നും തന്റെ സാക്ഷ്യം നടത്തുവാൻ തനിക്ക് തടസ്സമായിരുന്നില്ല. ഒരു ദൈവമായിരുന്നില്ല, ദൈവത്തെ അറിയുന്നതായ, ദൈവത്തെ വിശ്വസിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു പൈതലിന് എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അവർക്കൊക്കെ പറഞ്ഞതുപോലെ ഗോശാലകളിൽ കർമ്മകാരികൾ ഉണ്ടാകുകയില്ല. അത്യവൃക്ഷം ഒന്നും തരില്ല, മുന്തിരിങ്ങ ഒന്നും തരില്ല. എന്നാൽ ഞാൻ കർത്താവിനെ പഠിച്ചിരിക്കും. ദൈവമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ല. ഈ കാണുന്നതായ നാം ഇത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാം ഒരുപോലെ വിട്ടേച്ചു പോകണമെന്ന്. അതുകൊണ്ട് ചരിത്രവും ധർമ്മവും ദൈവത്തിനും എല്ലാം ഓർപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇന്ന് നീ മരിച്ചാൽ നീ എവിടെയാ? മരണത്തിനപ്പുറം ഒരു ജീവനുണ്ട്. അതെന്റെ വിശ്വാസത്തിനായി ഞാൻ കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആണോ? ശരിയാണോ? ശരിയാണ്. കാരണം എന്താ? മരണത്തെ ജയിച്ച് മരണത്തിൽ നിന്ന് കടന്നു പോകാനായ ഒരു വ്യക്തിയുണ്ട്.